സുഹൃത്തുക്കളായി കാണുന്നത് നെല്ലിക്കുന്ന് എന്ന പ്രദേശത്ത് NC കരീമാക്കാൻ്റെ ആടുകൾ 7ഓളം ആടുകൾ ചത്തതായിട്ട് കൊല ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അന്വേഷണം നടത്തി. അപ്പോൾ ഇതിൽ പുലിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ആടുകളെ കൊന്നത് പുലിയാണെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുലിക്ക് വേണ്ടിയുള്ള ഒരു പുലിയെ കെണി വെച്ച് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നു. അത് ആടിനെ തിന്ന് തലേ ദിവസം വന്ന് ആടുകളൊക്കെ കൊന്ന് പോയ പുലി പിറ്റത്തെ ദിവസം അതേ സമയത്ത് തന്നെ അവിടെ വന്നു. ആ കൂട്ടിൽ അവർ വെച്ച കെണിയിൽ കുടുങ്ങുകയായിരുന്നു. അങ്ങനെ ആ പുലിനെ കെണിയിൽ കുടുങ്ങിയൊരു ദൃശ്യമാണ് ഇപ്പം ഈ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ കരീമാക്കാരന ആള് ഇപ്പോൾ ഈ ആടുകളെ കൊണ്ട് ഉപജീവനം നടത്തിപ്പോരുന്ന ആളാണ്. അത് ആടുകളെ തീറ്റി അതിൻ്റെ ആയിട്ട് ഉപജീവനം നടത്തിപ്പോരുന്ന കരീമാക്കാൻ്റെ വീട്ടിലെ ആടുകളാണ് ഇങ്ങനെ ഈ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 7ഓളം ആടുകളാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ ഈ പുലിയെ പിടിച്ച് കൂട്ടിലാക്കി ഇപ്പോൾ ഈ സ്ഥലം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഞാൻ കാരാപ്പറമ്പ് എൻ്റെ നാട്ടിൽ നിന്നും 2 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ നെല്ലിക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. അതുപോലെ മഞ്ചേരിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററാണ് നെല്ലിക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ നെല്ലിക്കുന്നാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലാണ്, അത് നമ്മളൊക്കെ തൊട്ടടുത്തുള്ള ഏരിയയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയാണ് നെല്ലിക്കുന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വൻ ജനാവലിയാണ് അവിടെ കൂടിയത്. അപ്പോൾ ഈ പുലിയെ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ കൂട്ടിലാക്കി കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയൊക്കെ ആക്കുകയാണ് നാട്ടുകാർ ചെയ്യുന്നത്. വലിയ ഫോറസ്റ്റ് വിഭാഗവും എല്ലാവരും അവിടെ എത്തിയിരുന്നു. അതുപോലെ വൻ ജനാവലിയാണ് ഇവിടെ ഈ ഒരു പുലി പിടിച്ചതിൻ്റെ ശേഷം അവിടെ എത്തിപ്പെട്ടത്. പുലി പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നാനാഭാഗത്തു നിന്നുമുള്ള ജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിയത്. അപ്പോൾ ഈ പുലിയെ അങ്ങനെ കൂട്ടിലാക്കി നമ്മുടെ വണ്ടിയിൽ, ബൊലോറോ വണ്ടിയിൽ ഇതിൻ്റെ കയറ്റിയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ വണ്ടിയിലേക്ക് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുടെ ഭാഗമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നാട്ടിൽ ഇത് അറിഞ്ഞ ഉടൻ തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ വലിയ ബ്ലോക്കും കാര്യമൊക്കെ ആയിരുന്നു. വണ്ടികൾ വന്നിട്ട് ആകെ ജനം നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വണ്ടിൻ്റെ മുകളിലാണ് ഈ ആളുകളൊക്കെ കയറി ഇരിക്കുന്നത്. അപ്പോൾ പാഴി കൊണ്ട് മറച്ചിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ പുലിനെ. ജനങ്ങളുടെ തിരക്കൊണ്ടാണ് ഇങ്ങനെ പായിനെ മറക്കണത്. വണ്ടി ഇവർക്ക് പോകാൻ കഴിയില്ല, കാരണം അത്രയും ജനമാണ്. അപ്പോൾ ഈ മൂടി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുറച്ച് ഇതിനെ കാണാതിരിക്കുമ്പോൾ ആളുകളെ തിരക്ക് കുറയുന്ന രീതിയിട്ടാണ്. അല്ലെങ്കിൽ റോഡ് ഫുള്ള് തിരക്കായിട്ട് ഈ ജനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഇത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇത് തുറന്നു വിടുന്ന അടക്കം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സംഭവം നടക്കുന്നത് ഈ 5/3/2005 ഈ കഴിഞ്ഞ മാർച്ച് 25 തീയതിയാണ് കേട്ടോ. ഈ മാർച്ച് 5 തീയതി കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ അബ്ദുള്ള VTS KRP എന്ന ഈ ചാനൽ ഇപ്പോൾ ഇത് വിടാൻ കാരണം നമ്മളെ തൊട്ടടുത്ത് നടന്നൊരു സംഭവം ആയതുകൊണ്ട് അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സായ ആളുകളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൽ വിടുന്നത് കേട്ടോ. നമ്മളെ നാടിനെ നടുക്കിയൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ ഇത്തരം ഒരു പുലി കൊല്ലുന്നതും അറിഞ്ഞോടുകൂടി ഞങ്ങളൊക്കെ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. കാരണം ഇങ്ങനെ സംഭവം പുലിയാണെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞതോടുകൂടി എല്ലാവരും വളരെയേറെ ഭയപ്പാടിലായിരുന്നു. അങ്ങനെ ഈ പുലിയെ കിട്ടിയതിന് ശേഷമാണ് നാട്ടുകാർക്കൊക്കെ ഒന്നൊരു ആശ്വാസമായത്. അപ്പോൾ അങ്ങനെ ആ പുലിയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഏരിയയിൽ, വിജനമായ ഫോറസ്റ്റ് ഏരിയയിൽ തുറന്നു വിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിതിൽ പങ്കുവെക്കുന്നത്. ഓക്കെ.